ഹലോ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്നത്തെയും വിഷയം തന്നെയാണ്. ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഇവർക്കൊന്നും മനസ്സിലാവാത്ത എന്താ, ഇപ്പോൾ നമ്മുടെ ഒരു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഐശ്വര്യ, പുതുമുഖ നായിക ഐശ്വര്യ ഒരു വസ്ത്രം ധരിച്ചു. അതിൻ്റെ ബേസിൽ നമ്മുടെ സിനിമാ നടി തസ്നി ഖാൻ ഒരു വിമർശനമായിട്ട് രംഗത്തെത്തിയിരിക്കും. ആ കമൻറ്റ് ഇവിടെ സൈഡിൽ കൊടുക്കുക കേട്ടോ. എന്താണ് തസ്നി ഖാൻ പറഞ്ഞെന്നുള്ളത് കമൻറ്റ്. തസ്നി ഖാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അതിനെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, അപ്പോൾ ഷെഫീന ബീവിയും ഇതേപോലെ ഒരു വിമർശനമായിട്ടാണ് മഞ്ജുപിള്ളേൻ്റെ മകളുമായിട്ട് വിമർശനവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതും. വസ്ത്രധാരണത്തിൻ്റെ പേരിലാണ് ഈ ഓരോ വിമർശനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മനസ്സിലാക്കാം, ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ കംഫർട്ടാണ്. അതിൻ്റെ ബേസിൽ അതിനെ എന്താ പറയുക, നേരെ മറിച്ച് അവർ മര്യാദക്കേട് എന്തെങ്കിലും കാണിക്കുക, അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിനെ എന്താ പറയുക റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെരുമാറ്റത്തെ രീതിയിലാണ് മാറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, എന്ത് വേണമെങ്കിലും പറയാം, അതനുസരിച്ച് പറയാം. അത് ഡ്രസ്സിങ്ങിൽ എന്ത് മാന്യതയും അതുപോലെ തന്നെ റെസ്പെക്റ്റ് ഇല്ലായ്മയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഡ്രസ്സ് എന്ന് പറയുന്നത് അവരുടെ കംഫേർട്ടും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടമാണ് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. ഇപ്പോൾ ഷെഫീന ബീവിൻ്റെയും അതുപോലെ തന്നെ തസ്നി ഖാനെ പോലും ചിന്തിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഡ്രസ്സ് എന്ന് പറയുന്നത് ആരുടെയും എന്താ പറയുക ഇഷ്ടമനുസരിച്ചുള്ളതല്ല, അവരവരുടെ ഇഷ്ടത്തിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ആ ചടങ്ങ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. ജസ്റ്റ് ആ ചടങ്ങിൻ്റെ ഒരു വിഷ്വൽസ് നമുക്ക് താഴെ ഒരു സൈഡിൽ കൊടുക്കാം കേട്ടോ. അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ അല്ലേ, ആ ഒരു എന്തൊരു ഗോൾഡിൻ്റെ എന്തൊരു ഇനാഗുറേഷൻ ചടങ്ങാണ്. അതിൽ മാന്യമായിട്ട് വസ്ത്രധാരണം നടത്തണം എന്നൊക്കെയാണ് നമ്മുടെ തസ്നി ഖാൻ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഡ്രസ്സിങ്ങിലാണോ മാന്യത ഉള്ളത്? നമുക്കിഷ്ടമുള്ള ഡ്രസ്സല്ല നമ്മൾ ധരിക്കുന്നത്. അതായത് നമ്മുടെ കംഫേർട്ട് എന്താണോ ആ ഡ്രസ്സാണ് നമ്മൾ വിയർ ചെയ്യുന്നത്. ഇപ്പോൾ തസ്നി ഖാൻ്റെ ഡ്രസ്സിനെ കുറിച്ച് വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ തസ്നി ഖാന് പറ്റുമോ? ഇല്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഒരു ചോയ്സ് ഉണ്ട് എങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത്. ഇപ്പോൾ തസ്നി ഖാൻ്റെ കാലത്തൊന്നും സ്ലീവ്ലെസ്സും അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും വിയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലാണോ നിങ്ങളിതൊക്കെ പറയുന്നത്? എനിക്കങ്ങനെ തോന്നിപ്പോവാണ്. അവർക്കതൊന്നും ഇഷ്ടപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഷെഫീന ബീവിൻ്റെ കേസുണ്ട്. ഷെഫീന ബീവിയും തന്നെ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചിന്താഗതിക്ക് എവിടെ എത്തി? ഒരു ഡ്രസ്സിലാണ് മാന്യത ഉള്ളത്, ഒരു ഡ്രസ്സിലാണ് അവരുടെ സ്വഭാവ സവിശേഷം നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? ഒരു ഡ്രസ്സ് കണ്ടാൽ അവൾ അഹങ്കാരിയാണോ അല്ലെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയൊക്കെ ചിന്താഗതി പോകണം എന്നുണ്ടെങ്കിൽ എന്താല്ലേ. ഇപ്പോൾ ഡ്രസ്സിൽ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കംഫേർട്ടാണ്, അല്ലാതെ വേറെ ഒന്നും അതിൽ അർത്ഥാക്കുന്നില്ല. നമ്മുടെ കംഫേർട്ട് അനുസരിച്ചുള്ള ഡ്രസ്സ് നമ്മൾ ധരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതത്ര മോശപ്പെട്ട ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസിൽ അത് നിരോധിക്കണ്ടേ അല്ലേ? അത് ടെക്സ്റ്റൈൽസിൽ അവർക്ക് വാങ്ങിക്കാൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ അവർ ഡ്രസ്സ് അത് ഇടുന്നത്. ഇത്ര വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ടെക്സ്റ്റൈൽസിൽ അത് നിരോധിക്കുന്നില്ല? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.